ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അവനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അവന് വല്ലാത്ത ദേഷ്യം, ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു മുത്തശ്ശി, ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരാണ്ടവളായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്താ മോളെ എങ്ങനെയൊക്കെ പറയണേ, നീ എന്നെ വിട്ട് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണജ പറയുന്നുണ്ട്, മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്ന് പറഞ്ഞ് അമ്മയെ മനസ്സിലാക്ക്, അലീന ചേച്ചിയെ ഇവിടുന്ന് പറഞ്ഞയക്കേണ്ട മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കൃഷ്ണജിയോട്, ഞാൻ പറഞ്ഞാലൊന്നും എൻ്റെ അമ്മ കേൾക്കില്ല, അമ്മ ഇനി ഇത് പഠിക്കാൻ പോണേലും ഇങ്ങനത്തെ ഒരു ചേച്ചീനെ എവിടെ നിന്നും കിട്ടില്ല എന്നൊക്കെ കൃഷ്ണജ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടി അലീനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരികയാണ് മോളെ, ഞാൻ ഇവിടെ എല്ലാം നിർത്തി പോരുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രേവതി കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ഷെറിൻ ചേച്ചിയുടെ കുട്ടി മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആ ചേച്ചി ആ കുട്ടീനെ കാണാഞ്ഞിട്ട് പ്രാന്ത് പിടിച്ചുള്ള അവസ്ഥയാണെന്നൊക്കെ പറയുന്നുണ്ട്, അതിലെന്തൊക്കെയോ ഒരു പന്തികേടുണ്ടല്ലോ മോളെ എന്നൊക്കെ അലീന രേവതി കുട്ടിയോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭവിതയും കൃഷ്ണജി വൈജോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഈ വീടിന് എന്താ പറ്റിയേ, അച്ഛൻ എന്താ അങ്ങനെ പറയാതെ പോയിണത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമായിട്ട് അവൾ വേഗം ബാലചന്ദ്രനെ വിളിക്കട്ടെ. ബാലചന്ദ്രനാണെങ്കിൽ ഫോൺ എടുക്കണില്ല. അപ്പോൾ ബാലചന്ദ്രൻ്റെ ഫോണിൽ വൈജയുടെ ഫോൺ കോൾ കണ്ടിട്ട് പറയണ്ടേ, വിളിക്കടി വിളിക്കടി, ഇത് നിൻ്റെ അവസാനത്തെ കോളാണ്, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.